5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഒരു യൂണിവേഴ്സിറ്റി വിചാരിച്ചാൽ ഒരു കോഴ്സിനെ ഇല്ലാതാക്കാം, കോഴ്സിനെ കൊടുക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ചെറിയൊരു അനാസ്ഥ മതി. AI കാലഘട്ടത്തിൽ ഒരു ക്ലിക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ ഒരു ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഇല്ലാതാവുന്ന ഒരു കുട്ടികളുടെ ഭാവിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽക്കാരുടെ ക്രൂരതകളാണ്. ആ കണ്ണൂർ യൂണിവേഴ്സിറ്റി പലപ്പോഴായിട്ട് പല കാര്യങ്ങളിൽ വിവാദങ്ങൾ ചെന്നുവിടുന്നു. അവിടുത്തെ ഒരു VC ഗോപിനാഥുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഗവർണറുമായിട്ടുള്ള ആരിഫ് ഖാനുമായിട്ടുള്ള വിഷയങ്ങൾ വന്ന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. അത് അവസാനം ഗവൺമെൻറ്റിനൊക്കെ വലിയ തലവേദനയായി. ഷംസീറിൻ്റെ വിഷയം, ഭാര്യയുടെ വിഷയം വന്നു. ഇപ്പോൾ അവിടെ സ്വരാജിൻ്റെ ഭാര്യയുടെ വിഷയം വന്നു. അതുപോലെ തന്നെ KK രാഗേഷിൻ്റെ ഭാര്യയുടെ പ്രിയ വർഗീസിൻ്റെ വിഷയം വന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ചെന്ന് പെടുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഇപ്പം ഞാനിത് ചെയ്യുന്നത് മറ്റ് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് അശ്രദ്ധ വന്ന് അവരുടെ ഒരു അശ്രദ്ധ കൊണ്ടാണ്. അത് ആരുടെ അശ്രദ്ധയായാലും പൊറുക്കാവുന്ന അശ്രദ്ധയല്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ BSc ജോഗ്രഫി എന്ന് പറയുന്നത് വളരെ റീസെൻ്റായിട്ട് തുടങ്ങിയ ഒരു കോഴ്സാണ്. BSc ജോഗ്രഫി എന്നൊക്കെ പറയുന്നത് ക്ലൈമാറ്റ് ചേഞ്ചിൻ്റെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ പുതിയ കാലഘട്ടത്തിൽ വളരെയധികം അത്യാവശ്യമുള്ളൊരു കോഴ്സാണ് BSc ജോഗ്രഫി, MSc ജോഗ്രഫി ഒക്കെ. പ്രത്യേകിച്ച് റിമോട്ട് സെൻസിങ്, GIS-നൊക്കെ വലിയ ജോലി സാധ്യതയുള്ള ഓഷനോഗ്രഫി, മെഡിക്കൽ ജോഗ്രഫി, അങ്ങനെ വലിയ സാധ്യതയുള്ളൊരു കോഴ്സാണ്. +2 ജോഗ്രഫി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ജോലി സാധ്യതയുള്ളൊരു കോഴ്സാണ്. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ചില അബദ്ധങ്ങൾ കൊണ്ട് കണ്ണൂർ സർവകലാശാലയിലെ 2 കോളേജുകൾ, ഒന്ന് പീപ്പിൾസ് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുങ്ങാട് കാസർഗോഡുള്ള ഒരു കോളേജ്, അവിടെ 20-25 സീറ്റാണുള്ളത്. 2 കോളേജിലൂടെ 45 സീറ്റാണ് ഉള്ളത്. മറ്റൊരു കോളേജ് എന്ന് പറയുന്നത് സിഗ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കല്ലിയാട് ഇരിക്കൂർ, അതും കണ്ണൂർ ജില്ലയിലാണ്. ഈ 2 കോളേജുകളിലെയും BSc അഡ്മിഷനിൽ കുട്ടികൾക്ക് അവസരം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് ഈ അബദ്ധം പറ്റിയത്? യൂണിവേഴ്സിറ്റിക്ക് പറ്റിയൊരു അബദ്ധമാണ്. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കോഴ്സ് ഉണ്ടല്ലോ, നമ്മളെന്താണ് ഈ 4 ഇയർ കോഴ്സ് വന്നതിന് ശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ചില അബദ്ധങ്ങളും കുഴപ്പങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഈ 4 ഇയർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുള്ള ചില തെമ്മാടിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ മാസം ജൂൺ 2-ാം തീയതിയാണ് സൈറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ സൈറ്റ് ഓപ്പൺ ആകുമ്പോഴാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിനകത്തേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ സൈറ്റ് ഓപ്പൺ ആയപ്പോൾ ഈ 2 കോളേജുകളിലെയും ജോഗ്രഫി കോഴ്സിനെ കുറിച്ച് ഈ സൈറ്റിലില്ല. കോളേജുകളല്ല, ആ കോളേജിലെ മറ്റു കോഴ്സുകളെ കുറിച്ചുണ്ട്, ജിയോഗ്രഫി BSc ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളെല്ലാം അപ്ലൈ ചെയ്യത്തില്ല. കുട്ടികൾ നോക്കുമ്പോൾ പുതിയ കുട്ടികളാണ്, +2 പഠിച്ച കുട്ടികളാണ്. അവർ നോക്കുമ്പോൾ അങ്ങനെ കോഴ്സ് ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ 7-ാം തീയതിയാണ് സൈറ്റിൽ BSc ജിയോഗ്രഫി വരുന്നത്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞു. എത്രയോ കുട്ടികൾ അതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കാണും. ഇത് 2 സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. എത്രയോ കുട്ടികൾ അപ്ലൈ ചെയ്ത് കാണും, മറ്റ് കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്ത് കാണും, മറ്റ് കോഴ്സുകൾക്ക്. അങ്ങനെ ജിയോഗ്രഫിക്കുള്ള ശരിക്കും പറഞ്ഞാൽ 20-25 സീറ്റ്, 45 സീറ്റിൽ 5-6 കുട്ടികൾ പോലും അവിടെ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്? വളരെ കൃത്യമായി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് പോകേണ്ടതല്ലേ? ഇതുപോലെയാണ് ബദിയടുക്കലുള്ള നളന്ദ കോളേജിൽ ഇതുപോലെ BSc പറഞ്ഞു, ആ BSc അവിടെ ഇല്ലാതായി. ഒരു കോഴ്സ് തുടങ്ങുക വളരെ പ്രയാസമാണ്. തുടങ്ങിക്കിട്ടാൻ, പ്രത്യേകിച്ച് കോളേജ് മാനേജ്മെൻറ്റ് കോളേജൊക്കെ ആണെങ്കിൽ അവർ നിരവധി വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടായിരിക്കും കോഴ്സ് കിട്ടുന്നത്. പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ പ്രശ്നമാണ്. ഒരു കോളേജ് വരുമ്പോൾ ആ കോളേജിലൊരു കോഴ്സ് തുടങ്ങിയാൽ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ മാനേജ്മെൻറ്റും യൂണിവേഴ്സിറ്റിയൊക്കെ വല്ലാതെ പരിശ്രമിക്കണ്ടേ? അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? പുതിയ VC വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ പുതിയ VC, അദ്ദേഹം കുസാറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇതുപോലത്തെ ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു നിലയിലല്ല. അദ്ദേഹം വേറൊരു തലത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ടുള്ള പോരിൽ അവിടെ വന്ന ഒരു VC-യാണ് അദ്ദേഹം. ആ VC-യെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ചില അഭിപ്രായങ്ങളുണ്ട്. കാരണം ഇത്തരം കോഴ്സുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹത്തിന് താല്പര്യം നിൽക്കുന്നത് മറ്റ് അഡ്വാൻസ്ഡ് കോഴ്സുകൾ വേണം യൂണിവേഴ്സിറ്റി. പക്ഷേ ചരിത്രവും ഭൂമിശാസ്ത്രവും കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത നിവാരണം പോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തല്ലേ പറ്റൂ. പക്ഷെ അതും കൂടി കൊണ്ടുപോകാനുള്ള വളരെ ഗൗരവമായ ഒരു ഇടപെടൽ അവിടെ നിന്ന് നടക്കുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു കാര്യമാണ്. എന്തായാലും യൂണിവേഴ്സിറ്റിയിലെ ഒരു അനാസ്ഥ കൊണ്ട് 2 കോളേജുകളിലെ കോഴ്സുകൾക്കാണ് കുട്ടികളെ കിട്ടാതെ വരുന്നത്. 2 കോളേജിലെ കോഴ്സുകളല്ല എൻ്റെ വിഷയം. ഈ വീഡിയോയുടെ വിഷയം അതല്ല. ഒരു സബ്ജക്റ്റ് അവിടെ ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. BSc ജോഗ്രഫി, പ്രത്യേകിച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോഗ്രഫി വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. BSc ആയാലും MSc ആയാലും അതിന് തന്നെ തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള കുട്ടികൾക്ക് ഇത് പഠിക്കുവാൻ, ജോഗ്രഫി കോഴ്സ് പഠിക്കുവാനുള്ള വലിയ സാധ്യതയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഒരു അനാസ്ഥ. ചിലപ്പോൾ അവിടുത്തെ ഒരു അസിസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആരുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സെല്ലിൽ ആളിൻ്റെ ആയിരിക്കും. 2-ാം തീയതി ഓപ്പൺ ചെയ്യുന്ന ലിസ്റ്റിൽ എല്ലാ കോഴ്സുകളും ഉണ്ടോ എന്ന് പരിശോധിക്കാതെ അപ്ലോഡ് ചെയ്തു. അല്ലെങ്കിൽ സ്വാശ്രയ കോളേജുകളോടുള്ളൊരു താല്പര്യക്കുറവോ
അല്ലെങ്കിൽ സബ്ജക്റ്റിനോടുള്ള താല്പര്യക്കുറവോ അല്ലെങ്കിൽ ആരോടുള്ള ശത്രുതയോ വൈരാഗ്യം ഇതെല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. തീർച്ചയായും എന്തായാലും അത് ശരിയായില്ല. യൂണിവേഴ്സിറ്റിയിൽ 2-ാം തീയതി തുറന്ന സൈറ്റിൽ എല്ലാ കോഴ്സുകളും ഉൾപ്പെടുത്താതെ 7-ാം തീയതി വരെ സൈറ്റിൽ കോഴ്സ് ഇല്ലാതിരിക്കുകയും ജോഗ്രഫി ഇല്ലാതിരിക്കുകയും പിന്നെ ജോഗ്രഫി കയറി വരികയും ചെയ്തപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഭാവിയിലാണ് നിഷേധിക്കുന്നത്. ഇങ്ങനെ ഭാവി നിഷേധിക്കപ്പെടുന്ന ഏതെങ്കിലും കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ആരാണ് വില കൊടുക്കുക? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റ് തല്ലും വഴക്കും എല്ലാം അവിടെ നിൽക്കട്ടെ, കുട്ടികളുടെ ഭാവിയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്നവർ ഇനി എന്നാണ് പഠിക്കുക?